സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ ശ്രുതി ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? പരീക്ഷയാണ് വരാൻ പോകുന്നത്. ഓണപരീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? അപ്പോൾ പാഠപുസ്തകമൊക്കെ മാറിയതാണ്. എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ നല്ല ആശങ്കയാണ്. ചില മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിങ്ങനെ തരാറുണ്ട്. ലൈവ് ക്ലാസ്സിനൊക്കെ നിരന്തരമായിട്ട് ടീച്ചർ തരാറുണ്ട് കേട്ടോ. അപ്പോ എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല്, എന്താണ് നമ്മുടെ മലയാളത്തിൽ ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക, ഏത് പാഠമാണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, ഏത് പാഠം വരെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ടീച്ചർ ഇന്ന് പറഞ്ഞു തരാം. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിച്ചു പോകാം കേട്ടോ. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അത് മാത്രം പോരാ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്യുന്ന എങ്ങനെയാ? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, ഫോർ മോർ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആ നോട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ കോണ്ടന്റ് വീഡിയോസും അതുപോലെ ഷോർട്സ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ആദ്യത്തെ 1ാമത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 യൂണിറ്റുകളാണ്. അതിലൊന്ന് കനകച്ചിലങ്ക, ഒന്ന് പലഹാരപ്പൊതി, മനുഷ്യന്റെ കൈകൾ. അതില് ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഇത്രയേ വരുള്ളൂ കേട്ടോ. ഇത്രയേ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരത്തുള്ളൂ. ഏതുവരെ? കനകച്ചിലങ്കയും പലഹാരപ്പൊതിയും. ബാക്കി യൂണിറ്റുകൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി. പലഹാരപ്പൊതി മുഴുവനായിട്ടും വരില്ല, എന്നാലും ചില പലഹാരങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ടീച്ചറെ പറഞ്ഞു തരാം. കനകച്ചിലങ്ക എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ളതാണ്? നമ്മുടെ സംസ്കാരത്തിന്റെ മലയാളത്തിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിൽ കല വരുന്നുണ്ട് അല്ലെ, കലാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ ഈ പാഠത്തിൽ നിന്നൊക്കെ എന്താണ് അറിയേണ്ടത്? എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം അതിലുണ്ടാവും പരീക്ഷയ്ക്ക്. എല്ലാവർക്കും എളുപ്പത്തിൽ എഴുതാവുന്ന ചോദ്യം, വായിക്കാം എഴുതാം എന്ന് പറയുന്ന 1ാമത്തെ ചോദ്യത്തില് എല്ലാവരും ഇതിന് ഉത്തരം എഴുതേണ്ടി വരും. എല്ലാവർക്കും എളുപ്പത്തിൽ എഴുതാനും പറ്റും. അതിൽ ചിലപ്പോൾ ഒരു കഥയായിരിക്കും തരിക, ചിലപ്പോൾ ഒരു കവിതയായിരിക്കും, ചിലപ്പോൾ ഒരു ഖണ്ഡിക, ഒരു പാരഗ്രാഫ്, ഒരു ലേഖനത്തിന്റെ ഒക്കെ ഒരു പാരഗ്രാഫ് ആയിരിക്കും തരിക. എന്നിട്ടോ അത് നമ്മൾ വായിക്കണം. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തണം. എളുപ്പല്ലേ? ഉത്തരം അതിൽ തന്നെ ഉണ്ടാവും. രസാണ് അല്ലെ? അപ്പൊ ഈ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു A ഗ്രേഡ് എല്ലാവർക്കും കിട്ടുന്ന മാർക്കാണ്. പിന്നെ നമ്മൾ അറിയേണ്ടത് കാനനോത്സവം എന്ന് പറയുന്ന പാഠഭാഗത്ത് കാനനോത്സവത്തിന് മുൻപേ കനകച്ചിലങ്ക എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നെ നമ്മൾ എന്തിനെ കുറിച്ച് അറിയുന്നുണ്ട്? നാടൻ പാട്ടുകളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ വായ്ത്താരികൾ. എന്താണ് വായ്ത്താരികൾ? എല്ലാവർക്കും അറിയല്ലേ? ഇതൊക്കെയാണ് വായ്ത്താരികൾ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇത്തരം വായ്ത്താരികളൊക്കെ നാടൻ പാട്ടിന് ഭംഗി കൂട്ടുന്നതാണ് കേട്ടോ. നാടൻ പാട്ടിന്റെ മുൻപിലും അതുപോലെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വായ്ത്താരികൾ കാണാം അല്ലെ? അത് നാടൻ പാട്ടിന്റെ താളത്തെ മനോഹരമാക്കാനൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 വായ്ത്താരികൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതണോ? ഇത്തരത്തിലുള്ള വായ്ത്താരികൾ നമ്മുടെ ക്ലാസ്സില്, ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കാണാത്തവരൊന്ന് നോക്കണം കേട്ടോ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ലൈവ് ക്ലാസ് ഉണ്ട്, അതിൽ നോക്കണം. ഇനി പരീക്ഷയോട് അടുപ്പിച്ച് മാരത്തോണിലെ ടീച്ചർ വീണ്ടും പറയും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പഴഞ്ചൊല്ലുകളാണ്. അരിയെറിഞ്ഞാൽ 1000 കാക്ക അല്ലേ? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കകളെ പറ്റിയുള്ള മാത്രമല്ല, ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് അല്ലെ? അതിന്റെ ആശയമുണ്ട്. പിന്നെ അതുപോലെ ഒന്നാണ്, അരിമണിയൊന്നു കുറയ്ക്കാനില്ല കരിവളയിട്ട് കിലുക്കാൻ മോഹം. അരിമണിയൊന്നു കുറയ്ക്കാനില്ല കരിവളയിട്ട് കിലുക്കാൻ മോഹം. ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആഡംബരമായിട്ട് പൊങ്ങച്ചത്തിൽ നടക്കാൻ അല്ലേ, ആളുകൾക്ക് ഒരു മടിയുമില്ല എന്ന് കാണിക്കുന്ന അത്തരം പഴഞ്ചൊല്ലുകള്. പിന്നെ ചില കടങ്കഥകള് നമ്മൾക്ക് അറിയണം.
അടിപാറ, നടുവടി, മീതേക്കുട, ചേനയെ കുറിച്ചുള്ള കടങ്കഥകള്. അപ്പൊ കുറച്ച് കടങ്കഥകളൊക്കെ നമ്മൾ പഠിച്ച് സെറ്റാക്കി വെക്കണേ. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കടങ്കഥ എഴുതൂ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതണ്ടേ. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞരിപ്രാവിലെ അരിപ്രാവ് നാട്ടിൽ പോയിട്ട് കലോത്സവം കാണുന്നുണ്ട്. ആ കലോത്സവമൊക്കെ വരാനായി, എല്ലാവരും അതിന്റെ പരിപാടി പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പോ അതിനെ കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. ടീച്ചർ കഴിഞ്ഞ കോണ്ടന്റ് ഇട്ടത് വർണ്ണന തയ്യാറാക്കുന്നതായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ടീച്ചർ നമ്മുടെ സൈലന്റ് ക്ലാസിന്റെ വീഡിയോസ് നോക്കിയാൽ മതി. ക്ലാസ് 3യുടെ വീഡിയോയില് എന്താണ് വർണ്ണന എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ. കലോത്സവ കാഴ്ചകളെ കുറിച്ച് വർണ്ണിക്കുന്നത്. അത് തന്നെ അറിഞ്ഞാൽ നമുക്ക് അനുഭവ കുറിപ്പാക്കിയിട്ട് എഴുതാം. എന്റെ അനുഭവം എന്നും പറഞ്ഞ് എഴുതാം കേട്ടോ. പിന്നെ കുറിപ്പ് തയ്യാറാക്കുകയാണ്. കലാരൂപങ്ങളെ പറ്റിയുള്ള കുറിപ്പ്. അതും ടീച്ചർ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്നും പറഞ്ഞ് കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇന്ന് ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് ഒപ്പനയെ പറ്റിയും തിരുവാതിരയെ പറ്റിയും പടയണി കഥകളിയെ കുറിച്ചൊക്കെ ടീച്ചർ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി പരീക്ഷയ്ക്ക് വീണ്ടും നിങ്ങൾക്ക് അതുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഡയറി എഴുതാം. എല്ലാ ദിവസവും എഴുതുന്നുണ്ട് ഡയറിയിൽ എന്ത് വേണം? ഡേറ്റ് വേണം അല്ലെ, തീയതി വേണം, ദിവസം വേണം അല്ലെ. നമ്മുടെ ഏതൊക്കെയാണ് അല്ലെ, അതിന്റെ തീയതിയും വേണം. എന്താണ് വേണ്ടത്? തീയതിയും ദിവസവും വേണം. വേണ്ടേ? തീയതിയും ദിവസവും അല്ലെ ഡയറിയില്. പിന്നെ അടുത്ത പ്രവർത്തനം എന്താണ്? കഥ പൂർത്തിയാക്കുക. എളുപ്പമാണ്. കുറച്ച് തുടക്കം കഥയുടെ ഭാഗം തന്നാൽ ബാക്കി കഥ നമുക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കാം. ഇതൊരു പ്രവർത്തനമാണ്. അപ്പൊ ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, കൂടുതലായിട്ട് പഠിക്കാനില്ല. നമ്മുടെ ഭാവന ഉപയോഗിച്ച്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ടീച്ചർ മോഡൽ കഥകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെന്താ, ചില പലഹാരങ്ങളുടെ പേരുകൾ നമ്മൾ അറിയണം. പേരറിയാം. ജിലേബി, ജാഗിരി, ലഡു, പിന്നെ എന്താണ് അച്ചപ്പം, കുഴലപ്പം, ഊത്തപ്പം, അങ്ങനെ ഒരുപാട് അപ്പങ്ങൾ അല്ലെ, പലഹാരങ്ങൾ. പിന്നെ പാചകക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്ന്. ആവശ്യമായ ചേരുവകൾ വേണം, തയ്യാറാക്കുന്ന വിധം വേണം അല്ലെ. അതൊക്കെ ചേർത്തിട്ട് പാചകക്കുറിപ്പ് തയ്യാറാക്കണം. നാളത്തെ ലൈവ് ക്ലാസ്സില്, നാളെയല്ല ഇന്ന് തന്നെ ഉണ്ട് ടീച്ചർക്ക് ലൈവ് നിങ്ങൾക്ക് 3ാം ക്ലാസ്സില്. അപ്പൊ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് ടീച്ചർ ഒരു പാചകക്കുറിപ്പ് തയ്യാറാക്കുന്നത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഈ പാഠത്തിലുണ്ട് ഡയറി എഴുതുന്നത്. നിങ്ങൾ കഴിച്ച ഇന്നത്തെ ഭക്ഷണത്തെ പറ്റി, സ്കൂളിലെ ഭക്ഷ്യമേളയെ പറ്റി, ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിലുണ്ട് കഥ പൂർത്തിയാക്കുന്നത്, സംഭാഷണം എഴുതുന്നത് അല്ലേ. ഒരു കുട്ടിയും പലഹാരവുമായിട്ടുള്ള സംഭാഷണം വേണം എഴുതാം. നീ എന്നെ തിന്നാൻ നോക്കുകയാണോ, എങ്കിൽ നിനക്ക് എന്റെ കഥ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ലഡുവിന് കഥ പറഞ്ഞു തുടങ്ങിക്കൊണ്ട് സംഭാഷണം എഴുതാം. ലഡുവിന്റെ കഥ പറഞ്ഞു തുടങ്ങിക്കൊണ്ട് ഉള്ള സംഭാഷണം. പിന്നെ കവിത പൂർത്തിയാക്കുക എന്ന് പറയുന്നൊരു ഭാഗവും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇതൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ടീച്ചർ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പറഞ്ഞു തരും. പലഹാരപ്പൊതി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ സെറ്റല്ലേ ടീച്ചർ ഇതൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത ക്ലാസ് മുതല് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഇത്രയും നാള് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്നുകൂടെ ഓർക്കണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.